C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. അങ്ങനെ ചെയ്യാൻ ബാലമ്മ. അമ്മ എന്താ മോളെ? എന്തു പറ്റി മോളെ? എന്താ മോളുടെ കണ്ണ് നിറഞ്ഞിരിക്കുന്നത്? എന്താ പറ്റിയത്? എന്തിനാ മോള് കരയുന്നത്? ശ്രീലക്ഷ്മി, എന്താ? ശ്രീലക്ഷ്മി അല്ല അമ്മ, ഞാൻ ശ്രീലക്ഷ്മി അല്ല, ഞാൻ അമ്മയുടെ രാജനന്ദിനിയാ. രാജനന്ദിനി. എന്താ മോളെ? എന്തു പറ്റി എന്റെ മോൾക്ക്? ഇതെന്താ ഇവിടെ ഒരു പുതിയ നാടകം? ഷടാ, ആദ്യം മുതൽ കാണാൻ പറ്റില്ലല്ലോ. മോളെ എന്തു പറ്റി? എന്താന്ന് പറ. അമ്മ, ഞാൻ എന്തു പറ്റി ലക്ഷ്മി? എന്തിനാ താൻ കരയുന്നത്? സർ, ഞാൻ അമ്മയോട്. എന്താ അമ്മേ, എന്തുണ്ടായത്? അറിയില്ല രഘു, മോളിപ്പോ കരഞ്ഞോണ്ട് എന്റെ അടുത്തേക്ക് വരികയായിരുന്നു. ചോദിച്ചിട്ടൊന്നും പറയുന്നുമില്ല. രേഖ, എന്താ രഘു? ഒന്നും വന്നേ. എന്തിനാ രേഖ ശ്രീലക്ഷ്മി കരയുന്നത്? താൻ ശ്രീലക്ഷ്മിയോട് എന്തെങ്കിലും പറഞ്ഞ് വഴക്കുണ്ടാക്കിയോ? ഞാനോ? ഞാൻ ശ്രീലക്ഷ്മിയോട് എന്ത് വഴക്കുണ്ടാക്കാനാ? താനൊന്നും പറഞ്ഞില്ലെങ്കിൽ പിന്നെന്തിനാ ശ്രീലക്ഷ്മി കരയുന്നത്? അത് ശ്രീലക്ഷ്മിയോട് തന്നെ ചോദിക്കേ. ഇത് വലിയ പൊല്ലാപ്പായല്ലോ. ഈ വീട്ടിൽ എന്ത് നടന്നാലും അത് നല്ല കാര്യമല്ലെങ്കിൽ എന്റെ തലയിൽ വെക്കാനാണല്ലോ എല്ലാവർക്കും താല്പര്യം. ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ എന്നെ പിടിച്ചിടരുത്. അല്ലെങ്കിൽ തന്നെ ശ്രീലക്ഷ്മിയുടെ കണ്ണൊന്നും നിറഞ്ഞ എന്നോട് ചോദിക്കുന്നതിന്റെ ഔചിത്യം എനിക്ക് മനസ്സിലാവുന്നില്ല. തന്റെ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ട്. സർ, രേഖമ്മ അടുത്തൊന്നും പറയണ്ട. രേഖമ്മയുടെ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാണ് ശ്രീലക്ഷ്മി താൻ കരയുന്നത്? എന്താന്ന് വെച്ചാൽ തുറന്നു പറയൂ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. സർ, എന്നെ കണ്ടപ്പോ അമ്മയ്ക്ക് രാജനന്ദിനെ പോലെ തോന്നിയെന്ന് പറഞ്ഞില്ലേ? അതോർത്തപ്പോ എനിക്ക് വല്ലാതെ വിഷമം വന്നു. അതാ ഞാൻ. അതിന് കരയുവാണോ ശ്രീലക്ഷ്മി വേണ്ടത്? അമ്മയ്ക്ക് ശ്രീലക്ഷ്മിയോട് അത്രയ്ക്ക് സ്നേഹമുള്ളതുകൊണ്ടല്ലേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.